നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയത്തിൽ യോഗപ്രകരണം. ഇവിടെ പഞ്ചഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. 5 ഗ്രഹങ്ങളുടെ യോഗത്തിനെയാണ് പഞ്ചഗ്രഹ യോഗമെന്ന് പറയുന്നത്. അതിൻ്റെ നിരൂപണമാകുന്നു കല്യാണവർമാവ് തൻ്റെ ഗ്രന്ഥമായ സാരാവലിയിൽ വിശദീകരിക്കുന്നത്. ഇത് സാരാവലിയിലെ 18ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരാദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ജാത്യന്ധോ ബഹുദുഃഖീ മാതൃപിതൃഭ്യാം സദൈവ സന്ധ്യക്തഃ ഭവതി നമോ ജ്ഞേയരുചി കുജേന്ദു ഗുരു ഭാർഗവ അർക്കൈശ്ച. ഇവിടെ 5 ഗ്രഹങ്ങൾ. ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ? കുജൻ ചൊവ്വ, ഇന്ദു ചന്ദ്രൻ, ഗുരുഹു വ്യാഴം, ഭാർഗവ ശുക്രൻ, അർക്കഹ സൂര്യൻ. ഇവിടെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ഈ 5 ഗ്രഹങ്ങൾ. ഇവിടെ 3 ശുഭഗ്രഹങ്ങളാകുന്നു, ചന്ദ്രനും വ്യാഴവും ശുക്രനും. 2 പാപഗ്രഹങ്ങൾ, സൂര്യനും ചൊവ്വയും. ഈ യോഗത്തെ ഇപ്രകാരമാണ് ആചാര്യൻ നിരൂപിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ജാത്യന്ധഃ ഭവതി, അയാൾ ജന്മനാ തന്നെ അയാൾ അന്ധനാകുന്നു, അയാൾക്ക് നേത്രരോഗമുണ്ടാകുന്നു, നേത്രരോഗിയാകുന്നു എന്നർത്ഥം. ജന്മന അന്ധത ഉണ്ടാകുന്നു എന്ന് അർത്ഥം. പിന്നീട് അദ്ദേഹം ബഹുദുഃഖി, അങ്ങേറ്റം കഷ്ടപ്പാടുകൾ, ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ബാല്യകാലം സുഖമല്ല. അതിനുശേഷം വരുന്ന ഭാഗവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മാതൃപിതൃഭ്യാം സദാ ഏവ സന്ധ്യക്തഃ ഭൂതി, എപ്പോഴും അച്ഛനും അമ്മയാലും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ദുരിതപൂർണമായൊരു ബാല്യകാലം, അച്ഛനും അമ്മയാലും ഉപേക്ഷിക്കപ്പെടുന്നൊരവസ്ഥ, കണ്ണും കാണില്ല. എന്ത് ചെയ്യും? വളരെയധികം ക്ലേശകരമായ അവസ്ഥയാണ് ഞാൻ പഞ്ചഗ്രഹ യോഗമെന്ന് ആചാര്യൻ പറയുന്നു. ഇവിടെ ഗ്രഹങ്ങൾ ദുർബലമാണെങ്കിൽ, അതിൻ്റെ മൗഢ്യത്തോടുകൂടി ദുർബലമായി നിൽക്കുകയാണെങ്കിൽ, നീജസ്രായി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ക്ലേശങ്ങൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുമെന്ന് സാരം. അതുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഭവതി നരോ ഗേയരുചി, അയാൾ സംഗീതത്തിൽ വളരെയധികം അഭിരുചിയുള്ള ആളായിരിക്കും. സംഗീതവാസന, സംഗീതത്തിലൂടെ താല്പര്യമുള്ളൊരു നല്ലൊരു വ്യക്തിത്വമായിരിക്കും അദ്ദേഹമെന്നും പറയപ്പെടുന്നു. അതിനാൽ അവിടെ ശുക്രന് ബലമുണ്ടെങ്കിൽ തൗര്യത്രികം, സംഗീതം, സംഗീതോപകരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിഷ്ണാതനാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ബാല്യകാലമൊക്കെ വളരെ ദുരിതപൂർണമായിരിക്കുമെന്ന് സാരം. നമസ്തേ.